ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലു ആൻഡ് ചിമ്മു. ഇന്ന് ചിമ്മു ഇല്ല കേട്ടോ. ഇന്നലെ രാത്രി തന്നെ ഞാനും ചിമ്മും റോഷ്നിച്ചിയും കൂടെ പുറത്ത് പോയിരുന്നു ഓണം പർച്ചേസിങ്ങിന് വേണ്ടി. നമുക്ക് 3 പേർക്കും ഡ്രസ്സ് എടുക്കാമെന്നുള്ളൊരു പ്ലാനൊക്കെ ആയിട്ട് രാത്രി പോയിരുന്നു, പക്ഷെ ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് മോർണിംഗ് ഞാനും ഹസ്ബൻഡും കുട്ടികളും കൂടെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പക്ഷേ മോർണിംഗ് ഇറങ്ങാമെന്ന് വിചാരിച്ച് പറ്റിയില്ല. അതപ്പോൾ ടൈം ഏകദേശം 3 o'clock ആയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ ഇറങ്ങുന്നത്. ലഞ്ചും കഴിച്ചില്ല. ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് ലഞ്ചും കഴിച്ച് ഷോപ്പിങ്ങും തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പോകുന്ന വഴിയുള്ള കുറച്ച് ഔട്ട്ഡോർ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം വീഡിയോ കാണാം. അപ്പം നമ്മൾ ലഞ്ച് ദിലീപേട്ടൻ്റെ ദേപ്പുട്ടിലാക്കാമെന്നാണ് പ്ലാൻ ആക്കിയത്. അങ്ങനെ ദേപ്പുട്ടിലോട്ടാണ് ഇപ്പോൾ നേരെ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ആകട്ടോ അങ്ങോട്ട് പോകുന്നത്. ഇതിന് മുമ്പ് പോയിരുന്നു. ഞാനും ചിമ്മും റോഷ്നിച്ചും കൂടെ തന്നെയാണ് പോയത്. പക്ഷേ അവിടെ എന്താ പറയണ്ട, ഭയങ്കര റഷായിരുന്നു. അന്നും നമ്മൾ പേരൊക്കെ കൊടുത്ത് ക്യൂ നിൽക്കേണ്ടി വന്നു, വല്ല ഹോസ്പിറ്റലൊക്കെ നിൽക്കുന്ന പോലെ. അപ്പോൾ അത് താല്പര്യമില്ലായിരുന്നു. നന്നായിട്ട് വിശന്ന ടൈമായിരുന്നു അന്നും പോയത്. അതുകൊണ്ട് നമ്മൾ അന്ന് അവിടെ പോയില്ല. ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്ന് ഇങ്ങോട്ടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. നല്ലൊരു പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. ഹസ്ബൻഡ് അവിടെ പാർക്കിംഗ് ഇടാൻ വേണ്ടി പോയതാണ്. അപ്പോൾ മോനും കൂടെ പോയി. അപ്പോൾ ഞാൻ അവിടെ അവരെ നോക്കി നിന്നതാണ്. അപ്പോൾ ഞാനൊരു ചെറിയതായിട്ടൊന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറി. ഇപ്പോഴും നല്ല റഷായിരുന്നു. നമ്മൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ തന്നെ 3:30 കഴിഞ്ഞിരുന്നേ. എന്നിട്ട് നമ്മളടുത്ത് അവർ പറഞ്ഞൊരു 15 minutes വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഓക്കെ, സാരമില്ല, നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ വെയിറ്റ് ചെയ്താലും കിട്ടിയ ഭക്ഷണം പൊളിയായിരുന്നേ. ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ പുട്ട് ബിരിയാണി ആയിരുന്നേ. പിന്നെ ഹസ്ബൻഡിന് ഗീ റൈസും പിന്നെ മഷ്റൂമൊക്കെ ആയിരുന്നു ആൾ ഓർഡർ ചെയ്തത്. കുട്ടിക്ക് പൊറോട്ട മതി എന്നായിരുന്നു. പൊറോട്ടയും ചില്ലി ചിക്കനായിരുന്നു കുട്ടികൾ ഓർഡർ ചെയ്തത്. പിന്നെ പുട്ട് അവരുടെ മെനുവിൽ ഫസ്റ്റ് തന്നെ പുട്ട് വന്ന വഴീനെക്കുറിച്ച് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ അവിടെ ഇരുന്ന് റീഡ് ചെയ്തു. പിന്നെ ഫുഡ് വരാൻ ലേറ്റ് ആയതുകൊണ്ട് കുട്ടികൾ അവിടെ അവർ തന്നതിൽ ഒന്ന് ഡ്രോ ചെയ്തൊക്കെ കളിച്ചു. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ബിരിയാണി ഐറ്റംസ് ലഞ്ച് ഐറ്റംസൊക്കെ വളരെ കുറവായിരുന്നേ. അപ്പോൾ നമ്മൾ ഇതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത്. പക്ഷേ എല്ലാം നല്ല കുഴപ്പൻ ടേസ്റ്റ് ആയിരുന്നേ. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഒരു ലൈം ടീയും ചായയും കൂടെ കഴിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ അത് സ്കിപ്പായിപ്പോയി. പിന്നെ എല്ലാവർക്കും തലവേദനയൊക്കെ ആയിരിക്കും. അത് നമ്മൾ ഡെയിലി കുടിക്കുന്നതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തലവേദനയൊക്കെ വരുമല്ലോ. അപ്പോൾ അതും കൂടെ അവിടെ നിന്ന് കഴിച്ചു. നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വിട്ടു കേട്ടോ. നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയിരിക്കുന്നത് KM ട്രേഡിങ്ങിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അവിടെ പോകുന്നത്. കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ടായിരുന്നേ. ബാക്കി എല്ലായിടത്തും ചേർന്നല്ല പോയ ടൈമിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പോകുന്ന ടൈമിൽ തന്നെ ട്രാഫിക്ക് പെട്ടു. ആ ഒരു ടൈമിൽ അവിടെ നിന്ന് മെട്രോ പാസ് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു അതും കൂടെ നിങ്ങളെ കാണിക്കാനതാ. ആ വീഡിയോയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ദുബായിൽ വന്നിട്ട് ഞാൻ ഇതുവരെ മെട്രോയിൽ കയറിയിട്ടില്ല. എന്തായാലും ഈ അടുത്ത് തന്നെ കയറുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ KM ട്രേഡിങ്ങിലോട്ട് വിട്ടു. പിന്നെ ഇനി അവിടുത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. ഇത് അവർ ഫ്രണ്ട് തന്നെ ഓണായതുകൊണ്ട് ഓണത്തിൻ്റെ എല്ലാ സെറ്റപ്പും അവിടെ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. എല്ലാവരും സാരി എടുത്തും ജുബ്ബി എടുത്തൊക്കെ നിൽക്കുന്നുണ്ട്. എൻട്രൻസിൽ എത്തുമ്പോഴേക്കും കുട്ടീസിനെ രണ്ടിനും വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അവരെയും കൂട്ടി പോയി. അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചു ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാൻ എളുപ്പമായിരിക്കുമല്ലോ. അപ്പം ഞാൻ അവിടെ നിന്ന് വേഗം കുട്ടികളുടെ ഡ്രസ്സും എൻ്റെതൊക്കെ അങ്ങ് സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഹസ്ബൻഡ് വന്ന് കണ്ട് നമ്മൾ കുട്ടിയൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ അതൊക്കെ എടുത്തു. ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം സൈസ് ഒത്ത് കിട്ടണ്ടേ. ജുബ്ബിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ചുരിദാർ ഇട്ടൊരു ഫീലിങ്സ് ആയിരിക്കും. അങ്ങനെ അതൊക്കെ അങ്ങ് സെറ്റ് ചെയ്തു. പിന്നെ ഫാൻസി സെക്ഷൻ കണ്ടപ്പോൾ ഞാൻ നേരെ അങ്ങോട്ട് വിട്ടു. ജസ്റ്റ് ഒന്ന് നോക്കി ഞാൻ അവിടെ നിന്നൊരു വളയെടുത്തു. പിന്നെ ഇതാ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇടുന്ന വീഡിയോ ഇതിൽ കാണാൻ പറ്റും. മോന് ഈ ഡ്രസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. അങ്ങനെ ഓരോന്നും നോക്കി ഞാൻ ഫുൾ ടയേർഡായി. ഓണമൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അവിടെ ചട്ടീൻ്റെ ഒക്കെ ഭയങ്കര വലിയ കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നേ. അപ്പം ഞാനൊന്ന് നോക്കി. പക്ഷേ എനിക്ക് ചട്ടീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങിച്ചില്ല. പക്ഷേ കാണുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയായി തോന്നി. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒന്ന് കണ്ട് അങ്ങോട്ട് പോവല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി. പിന്നെ അവിടെ കുറച്ച് ക്രോക്കറി ഐറ്റംസൊക്കെ ഒന്ന് നോക്കി. എപ്പോഴായാലും ലേഡീസിന് ഇതൊക്കെ കണ്ടാലൊരു ഒരു ഭയങ്കര ഇഷ്ടം തന്നെയല്ലേ. അതുകൊണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി. പക്ഷെ ഒന്നും എടുത്തില്ല കേട്ടോ. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചാൽ അരകല്ലായിരുന്നേ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ അരകല്ല് കാണുന്നത്. ഇനി വേറെ എവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിവരിങ്ങനെ വെച്ചതുകൊണ്ട് പെട്ടെന്ന് കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതൊന്ന് ഉരുട്ടി നോക്കി. പാത്രങ്ങളൊന്നും ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചില്ല കേട്ടോ. എനിക്ക് ബ്രഷിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് വീട്ടിൽ മോശമായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് നോക്കിയപ്പം അത് കിട്ടിയിട്ടുണ്ടായിരുന്നേ. വേറെ ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. അങ്ങനെ ബ്രഷൊക്കെ വാങ്ങി ജസ്റ്റ് ഒന്ന് അവിടെ ഫുൾ ഒരു മാള് പോലെ തന്നെയാണല്ലോ. അപ്പോൾ ഒന്ന് അവിടെ ഫുൾ കറങ്ങി. കുട്ടികൾക്കും അതൊക്കെ ഒരു രസമായിരുന്നു. കാരണം അവിടെ ഓണായതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തോണി പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട്
ജസ്റ്റ് ഒന്ന് കുട്ടികളും കൊണ്ട് പോയതല്ലേ എന്നുള്ള രീതിയിൽ അവിടെ ഒന്ന് ഫുൾ കറങ്ങി. പിന്നെ നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു. അവിടെ അതുപോലെ ഓഫർ നടക്കുന്നുണ്ടായിരുന്നേ. ഇപ്പോൾ 2 ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ നമ്മൾ 2 ഡ്രസ്സിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി. പിന്നെ 4 ഐറ്റംസാണ് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ പല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇതൊക്കെ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കുട്ടികളെ വെച്ചിട്ട് 2-3 ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് നമ്മൾ ജസ്റ്റ് കറങ്ങി പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരണമെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീണ്ടും കാണാം.